ഇന്നത്തെ ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ് നമ്മൾ ട്രംപിൻ്റെ സിഗ്നേച്ചർ ഡാൻസിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ട്രംപ് അമേരിക്കയിൽ ഒരു സോൾജേഴ്സിൻ്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിംഗ് പങ്കെടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മീറ്റിങ്ങിൽ ട്രംപും മെലോനിയ ട്രംപിൻ്റെ ഭാര്യയും രണ്ടുപേരും കൂടിയാണ് പോയത്. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് സോൾജേഴ്സിന് ഊർജ്ജം പകരുന്ന രീതിയിൽ ട്രംപിൻ്റെ ഒരു സിഗ്നേച്ചർ ഡാൻസ് പുള്ളിക്കാരൻ അവതരിപ്പിച്ചത്. അപ്പോൾ എന്തായാലും അപ്പോൾ ഈ ഡാൻസിൽ നിന്ന് നമ്മൾ തുടങ്ങുകയാണ്. യുണൈറ്റഡ് നേഷൻസിന് അമേരിക്ക കുറച്ച് പൈസ കൊടുക്കാനുണ്ടെന്നുള്ള ഒരു വാദമുണ്ടല്ലോ. ആന്റോണിയോ ഗുട്ടറസ് ആണ് ചോദിക്കുന്നത്. 4 മില്യനാണ് പെൻഡിങ് കിടക്കുന്നത്, അത് എത്രയും വേഗം തന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാകും എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് നോക്കുന്നുണ്ട്. ഒരു രക്ഷയില്ല, ട്രംപ് അനങ്ങുന്നില്ല. അതാണ് ശരിക്കുള്ള അവസ്ഥ. ഇപ്പം സിറിയ വളരെയധികം പ്രശ്നത്തിലാണ്. സിറിയയെക്കുറിച്ച് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ, സിറിയ തുർക്കിയോടൊപ്പം ചേർന്ന് ഇസ്രായേലിനെതിരെ വലിയ രീതിയിലുള്ള നീക്കത്തിന് തയ്യാറെടുക്കുകയാണ്. അപ്പം ഈ തയ്യാറെടുപ്പിനെ തുടർന്ന് സിറിയ പല രാജ്യങ്ങൾ സന്ദർശിക്കുന്നുണ്ട്. അതായത് മിഡിൽ ഈസ്റ്റിൽ, വെസ്റ്റ് ഏഷ്യയിലുള്ള രാജ്യങ്ങളിൽ ഇസ്രായേലിനെതിരെ നിലപാടെടുക്കാൻ സാധ്യതയുള്ള എല്ലാ രാജ്യങ്ങളെയും പോയി കാണുകയാണ്. സിറിയയുടെ ഫോറിൻ മിനിസ്റ്റർ അസാദ് അൽ ഷവാനി, ഞാൻ ഈ ഫുട്ടേജിൽ കാണിക്കുന്ന ഈ വ്യക്തിയാണ് സിറിയയുടെ ഫോറിൻ മിനിസ്റ്റർ. ഈ അസാദ് അൽ ഷവാനി പല രാജ്യങ്ങൾ, ഇറാഖ് സന്ദർശിക്കുന്നുണ്ട്, അതുപോലെ തന്നെ തുർക്കി, ഈജിപ്റ്റ്, അസർബൈജാൻ, അർമേനിയ, അങ്ങനെ പല രാജ്യങ്ങൾ സന്ദർശിക്കുന്നുണ്ട്. അസർബൈജാനും അർമേനിയയും നമുക്ക് മാറ്റി നിർത്താം. കാരണം അവർ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഡിപ്ലോമാറ്റിക് സ്റ്റാൻഡ് ആയിരിക്കും അവരെടുക്കുന്നത് നിലപാട്. സിറിയയോടൊപ്പം ചേർന്ന് ഇസ്രായേലിനെതിരെയുള്ള നിലപാട് അവരെടുക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ആ രാജ്യങ്ങളുടെ ഡിപ്ലോമാറ്റിക് സ്റ്റാൻസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. പ്രത്യേകിച്ച് ഇപ്പം അമേരിക്ക അസർബൈജാനുമായിട്ടും അർമേനിയയുമായിട്ടും വളരെ അടുത്ത ബന്ധം പുലർത്തിക്കൊണ്ട് പോകാൻ ശ്രമിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് JD വാൻസ് ഈ രണ്ട് രാജ്യങ്ങളും സന്ദർശിച്ച് മടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും സിറിയയുടെ ഫോറിൻ മിനിസ്റ്റർ അവിടെ സന്ദർശനം നടത്തിയിട്ടുണ്ട്. എന്നാലും അത് അത്ര എഫക്റ്റീവായിട്ട് രണ്ട് രാജ്യങ്ങളിലും പ്രതിഫലിക്കില്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷേ മറ്റുള്ള രാജ്യങ്ങൾ, ഈജിപ്റ്റ്, തുർക്കി, അതുപോലെ ഇറാഖിൻ്റെ സൈഡിലൊക്കെ വിസിറ്റ് നടത്തുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, ഇസ്രായേലിനെതിരെ ഗോലാൻ ഹെയ്റ്റ്സിൽ, ഇത് ഞാൻ 3 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വാർത്തയിൽ ഇത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സിറിയ അവർ യൂണിഫൈഡ് സിറിയ എന്നുള്ളൊരു കോൺസെപ്റ്റിൽ SDF എന്ന് പറഞ്ഞ ആ ഒരു കുർദ് സേനകൾ കൈവശം വെച്ചിരുന്ന ആ ഏരിയ മൊത്തം ഇവർ കൈക്കലാക്കിയിട്ടുണ്ട്. ഇനി 2 സ്ഥലങ്ങളേ ഉള്ളൂ. അതിലൊന്ന് ഗോലാൻ ഹെയ്റ്റ്സ് എന്ന് പറഞ്ഞ് ഇസ്രായേൽ കൈവശം വെച്ചിരിക്കുന്നത്, അതേപോലെ ഡ്രൂസ് കമ്മ്യൂണിറ്റികൾ താമസിക്കുന്ന അസുവൈദ അതൊരു സൈഡിൽ. അപ്പോൾ ഇതിൽ കൊനെഡ്ര എന്ന് പറഞ്ഞ ആ ഒരു ഏരിയയിൽ കുറച്ച് സ്ഥലം ഇസ്രായേൽ കൈവശം വെച്ചിട്ടുണ്ട്. അതും കൂടി റിലീസ് ചെയ്യണം എന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ ഇപ്പം സിറിയയുടെ സൈഡിൽ നിന്ന് വരുന്നുണ്ട്. പക്ഷേ അതേസമയം തുർക്കി സിറിയയുടെ കുറച്ച് ഭാഗങ്ങൾ കൈവശപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ ഒരു തരത്തിലും സ്റ്റേറ്റ്മെന്റ് ഇറക്കുന്നില്ല. അവിടെ പോയി തുർക്കിക്കെതിരെ നിലപാടെടുക്കാനും ഇവർ തയ്യാറല്ല. അവർ നിലപാടെടുക്കില്ല. കാരണം എന്താണ്? കാരണം വളരെ വ്യക്തമാണ്. സിറിയയുമായിട്ട് ബന്ധപ്പെട്ട് ഐസിസിന്റെ നിലപാട് എങ്ങനെയായിരുന്നു, ഈ ഐസിസ് എവിടെയാണ് സർവൈവ് ചെയ്തത്, ഇറാഖിൽ രൂപം കൊണ്ട തീവ്രവാദ സംഘടനയാണെങ്കിലും ഇവർക്ക് ഏറ്റവും കൂടുതൽ സംരക്ഷണം നൽകിയിരുന്നത് തുർക്കിയാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ വീഡിയോ കണ്ട ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റും. തുർക്കിക്കും സിറിയയ്ക്കും ഇടയിലുള്ള ISISന്റെ കളികളെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ഓൾറെഡി തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടവർക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് സിറിയ ഈ തുർക്കി കൈവശപ്പെടുത്തി വെച്ചിരിക്കുന്ന ഈ സ്ഥലത്തെക്കുറിച്ച് മിണ്ടുന്നില്ല. അപ്പോൾ അവർക്ക് യൂണിഫൈഡ് സിറിയ വേണ്ട. പക്ഷേ ഇപ്പോൾ ഇവിടെ ഇപ്പുറത്ത് ഇസ്രായേലിൻ്റെ സൈഡിൽ ഇപ്പം വളരെ ശക്തമായ രീതിയിൽ നിലപാടെടുത്തുകൊണ്ട് വരികയാണ്. അപ്പോൾ ഈ അസാദ് അൽ ഷബാനി എന്ന് പറഞ്ഞ സിറിയയുടെ ഫോറിൻ മിനിസ്റ്റർ കുറേ സ്റ്റേറ്റ്മെന്റുകൾ പറഞ്ഞിട്ടുണ്ട്. അയാൾ ഈ സംസാരിക്കുന്ന സംസാരത്തിൽ പുള്ളിക്കാരൻ പറഞ്ഞു വെക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, SDF ഈസ് അവർ ഫ്രണ്ട്, SDF അവരുടെ ഫ്രണ്ടാണ്. പക്ഷേ ഒരു രാജ്യത്തിനുള്ളിൽ 2 മിലിറ്ററി, അത് ഞങ്ങൾ ഒരിക്കലും അംഗീകരിക്കില്ല. അതുകൊണ്ടാണ് അവർക്കെതിരെ നിലപാടെടുക്കേണ്ടി വന്നത് എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. അതേപോലെ ഇസ്രായേൽ ആൾസോ ഞങ്ങളുടെ ഫ്രണ്ടാണ്, ഇസ്രായേലുമായിട്ട് ഞങ്ങൾക്ക് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. പക്ഷേ ഗോലാൻ ഹെയ്റ്റ്സ് ഉൾപ്പെടെയുള്ള പുതിയതായിട്ട് ഇസ്രായേൽ പിടിച്ചെടുത്ത സ്ഥലങ്ങൾ മൊത്തം ഞങ്ങൾക്ക് വിട്ടുതരണം. അതുപോലെ കൊനെഡ്ര ഭാഗത്ത് കയ്യേറി വെച്ചിരിക്കുന്ന സ്ഥലം വിട്ടുകൊടുക്കണം. അങ്ങനെയുള്ള ചില നിലപാടുകളാണ് ഇപ്പം പുള്ളിക്കാരൻ തുറന്ന് പറയുന്നത്. ഇത് പറയുമെന്നുള്ളത് നമുക്ക് ഓൾറെഡി തന്നെ മനസ്സിലായി. അപ്പോൾ അതിന് പുള്ളിക്കാരൻ ഒരു എക്സാമ്പിൾ പറയുന്നത്, കഴിഞ്ഞ ജനുവരി 8-ാം തീയതി ഇസ്രായേൽ സിറിയയ്ക്കുള്ളിൽ താറുമാറായിട്ടുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിട്ടാൻ 1000-ലധികം സ്ഥലങ്ങളിൽ അവർ എയർ സ്ട്രൈക്ക് നടത്തി. അതേപോലെ നിരവധി പേര്, ഞങ്ങൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക എടുത്ത് നിരന്തരം ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അമേരിക്കയാണെന്നുണ്ടെങ്കിൽ ഇസ്രായേലിനെ തടഞ്ഞു നിർത്താൻ തയ്യാറാവാതെ, സിറിയ നിങ്ങൾ ഇസ്രായേലുമായിട്ട് നേരിട്ട് ചർച്ച നടത്താൻ തയ്യാറാവണം എന്നുള്ള ഒരു ഉപദേശമാണ് അമേരിക്കയുടെ സൈഡിൽ നിന്ന് എപ്പോഴും നമുക്ക് കിട്ടുന്നത്. ഞങ്ങൾക്ക് അതല്ല വേണ്ടത്. ഞങ്ങൾക്ക് ആദ്യം ഇസ്രായേൽ പുതുതായിട്ട് പിടിച്ചു വെച്ചിരിക്കുന്ന സ്ഥലങ്ങൾ, അതായത് ഹെർമോൺ മലനിരകൾ തൊട്ട് താഴോട്ട് കൊനെഡ്ര വരെ പുതുതായിട്ട് പിടിച്ച, അതായത് ഇതിനു മുമ്പ് UN-ന്റെ ബഫർ സോൺ ആയിരുന്നു ആ സ്ഥലം. അപ്പോൾ ആ സ്ഥലം പഴയ നിലയിലേക്ക്, ആ സ്റ്റേറ്റസ് കോയിലേക്ക് പോകണമെന്നാണ് സിറിയ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇത് നടക്കുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം നല്ല രീതിയിലുള്ള പ്രഷർ, ഇതിൻ്റെ പുറകിലൊക്കെ തുർക്കിയാണ് നിന്ന് കളിക്കുന്നത്. കാരണം ഞങ്ങൾക്കുള്ളത് യൂണിഫൈഡ് സിറിയ സങ്കല്പമാണ്. അപ്പോൾ അതുകൊണ്ട് യൂണിഫൈഡ് സിറിയ രൂപീകരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഏതറ്റം വരെയും പോകുമെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ അതായത് ഇനി ഈ ഡ്രൂസ് കമ്മ്യൂണിറ്റിക്കെതിരെ അൽ സുവൈദയിലേക്ക് ഇറങ്ങും. അത് 100% ഉറപ്പുള്ള കാര്യമാണ്. ഇസ്രായേൽ ഇതുമായിട്ട് കരുതിക്കൂട്ടി മുന്നോട്ട് നീങ്ങുന്നതായിരിക്കും ഇസ്രായേലിന് നല്ലത്. അഡ്വാൻസ്ഡ് ആയിട്ട് നീങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ പണി കിട്ടും, ഉറപ്പാണ്. അമേരിക്ക ഇറാഖിൽ നിർണായകമായിട്ടുള്ള ചില ബേസുകളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു പോയിട്ടുണ്ട്.
ഇപ്പോൾ എർബിലിൽ മാത്രമാണ് ഒരു ചെറിയ ബേസ് ഉള്ളത് അമേരിക്കയ്ക്ക്, അതും കൂടി ഒഴിഞ്ഞു പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പം പ്രത്യക്ഷത്തിൽ ഇറാഖ്, സിറിയ പൂർണ്ണമായിട്ട് തീവ്രവാദികളുടെ കയ്യിൽ അവർക്ക് വളരെ ഫ്രീ ലാൻഡായിട്ട് മാറിക്കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ ചൈന അവിടെ ഡ്രോൺ പരീക്ഷണം നടത്തിയിരിക്കുകയാണ്. ചൈനയുടെ ഡ്രോൺ ഇറാഖ് വാങ്ങിച്ച് ഇറാഖിൻ്റെ ബേസിൽ പരീക്ഷണം നടത്തിയിരിക്കുകയാണ്. അതായത് ഇതിനു മുമ്പ് അമേരിക്കൻ ബേസ് ആയിരുന്നു, ആ സ്ഥലത്താണ് ഇപ്പം ചൈനീസ് ഡ്രോൺ ഇറങ്ങിയിരിക്കുന്നത്. ഇതൊക്കെ ട്രംപ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഉള്ളിൽ നല്ല പുകച്ചിലുണ്ടാവും. കാരണം നമ്മൾ ഇറങ്ങാൻ വേണ്ടി കാത്തിരുന്ന കണക്കാണ് ചൈന അവിടെ കടന്നു കയറിയിരിക്കുന്നത്. ഇത് വല്ലാത്ത രീതിയിൽ ട്രംപിനെ അസ്വസ്ഥനാക്കുന്നുണ്ടാവും. CIA പ്രത്യേകിച്ച് അസ്വസ്ഥതയുണ്ടാവും. അപ്പോൾ ഈ സാഹചര്യത്തിൽ ചൈന പല മേഖലകളിലും കടന്നു കയറുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ചൈന ചെറിയൊരു ഗ്യാപ്പ് നോക്കിയിരിക്കുകയാണ്. ആ ഗ്യാപ്പിലാണ് ഇപ്പോൾ ഇറാഖിൻ്റെ ഉള്ളിലേക്ക് കടന്നു കയറിയിരിക്കുന്നത്. ഇനി സിറിയയ്ക്കുള്ളിലും ചൈന കടന്നു കയറി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനിയിപ്പോൾ അൽത്തനഫ് ബേസിലൊക്കെ ചൈനീസ് ഡ്രോണുകൾ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ചീറി പാഞ്ഞ് പറക്കുന്നത് ഇനി കാണാൻ കഴിയും. അതുപോലെ ഇന്നലെ ഇസ്രായേൽ ലെബനൻ്റെ ഉള്ളിലും ഗാസയ്ക്കുള്ളിലും താറുമാറായിട്ടുള്ള ആക്രമണങ്ങൾ. ലെബനൻ്റെ ഉള്ളിലാണ് ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ നടത്തിയത്. ഗാസയ്ക്കുള്ളിലെ കാഷ്വാലിറ്റി 7 ആയിരുന്നു ഇന്നലെ. അവിടെയും എയർ സ്ട്രൈക്ക് നടത്തിയിട്ടുണ്ട് ഇസ്രായേൽ. പിന്നെ റൈസ പെലവിയെ അനുകൂലിച്ചുകൊണ്ട് ലോകമെമ്പാടും പല രാജ്യങ്ങളിലും, പ്രത്യേകിച്ച് വെസ്റ്റേൺ രാജ്യങ്ങളിൽ റൈസ പെലവിയെ അനുകൂലിച്ചുകൊണ്ടുള്ള റാലികളൊക്കെ സംഘടിപ്പിക്കപ്പെട്ടു. അപ്പോൾ അതിൽ റൈസ പെലവി ഭയങ്കരമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അത് ഒന്നാമത്തെ കാര്യം. പെഹലവി പറഞ്ഞത് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ബന്ധം പഴയ കാലത്ത് എങ്ങനെയായിരുന്നു, ബിബ്ലിക്കൽ കണക്ഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വല്ലാത്ത രീതിയിൽ റോമാഞ്ചിഫിക്കേഷനൊക്കെ വരുത്തിക്കൊണ്ടുള്ള സംസാരങ്ങളൊക്കെയാണ് റൈസ പെലവി കാഴ്ചവെച്ചത്. അപ്പോൾ എന്തായാലും പൊതുജനങ്ങൾ, അതായത് ഇറാൻ്റെ വെളിയിൽ താമസിക്കുന്ന ഇറാനിയൻസ്, അവരുടെ സൈഡിൽ നിന്ന് ഒരുപാട് സപ്പോർട്ട്, അവരെ അനുകൂലിക്കുന്ന തരത്തിൽ ഇറാൻ്റെ IRGC ഭരണകൂടത്തിനെതിരെ നിലപാടെടുത്തിരിക്കുന്ന പല രാജ്യങ്ങളും അഹമഴിഞ്ഞ സപ്പോർട്ട് അവർ നൽകിയിട്ടുണ്ട്. ഇന്നലെ ജർമ്മനിയിൽ മ്യൂണിക്കിലായിക്കോട്ടെ, അതേപോലെ ലോസ് ഏഞ്ചലസിലായിക്കോട്ടെ, അതുപോലെ തന്നെ കാനഡയിലായിക്കോട്ടെ, പല സ്ഥലങ്ങളിലും റൈസ പെലവി അനുകൂലിച്ചുകൊണ്ടുള്ള റാലികൾ സംഘടിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ഈ താൽക്കാലിക വ്യാപാര കരാർ, അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വിഷയം, വളരെ രസകരമായിട്ടുള്ളൊരു വിഷയമാണ്. ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ തന്നെ ജയശങ്കർ എന്താണ് മ്യൂണിക്കിൽ വെച്ചിട്ട് കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ഈ റഷ്യൻ ഓയിലിനെ കുറിച്ച്, അത് ഞാൻ ഡയറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ജയശങ്കർ ലാസ്റ്റ് ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് ഞാൻ ഈ ഒരു പൊളിമിക്സിലേക്ക് ഈ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ താല്പര്യപ്പെടുന്നില്ല. പക്ഷേ ഇതേ ചോദ്യം മ്യൂണിക്കിൽ തന്നെ ഇന്നലെ മാർക്കോ റൂബിയോ എടുത്ത് ചോദിക്കുന്നുണ്ട്. മാർക്കോ റൂബിയോ എടുത്ത് ചോദിച്ചപ്പോഴത്തേക്കും നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങിക്കില്ല എന്നുള്ളൊരു ഉറപ്പ് നിങ്ങൾക്ക് കിട്ടിയത്, അപ്പം എന്തിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾ ഈ ട്രേഡ് എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിരിക്കുന്നത് എന്നുള്ള ചോദ്യം വളരെ ഓപ്പൺ ആയിട്ട് തന്നെ ചോദിക്കുകയുണ്ടായി. അപ്പോൾ അതിന് മാർക്കോ റൂബിയോ പറഞ്ഞ മറുപടി എന്ന് പറഞ്ഞാൽ വളരെ രസകരമായിട്ടുള്ള മറുപടിയാണ്. പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത്, അതായത് ഇതിന് മുമ്പ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന എണ്ണ നിർത്തുമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല, അതായത് ഫർദർ ആയിട്ട് എണ്ണ വാങ്ങിക്കില്ല എന്നാണ് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്. It used to happen. The United States has imposed additional sanctions on Russia's oil. In our conversations with India, we've gotten their commitment to stop buying additional Russian oil. Europe has taken its set of steps moving forward. The Pearl program continues, in which American weaponry is being sold for the Ukrainian war effort. So all these things continue. Nothing has stopped in the interim. So there's no buying of time here in that regard. What we can't answer, but we're going to continue to test. ഇതിൻ്റെ മീനിങ് എന്താണെന്ന് പറഞ്ഞാൽ, എക്സിസ്റ്റിംഗിൽ നമ്മൾ എത്രയാണോ എണ്ണ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് അത് നമുക്ക് വാങ്ങാം, ആ ഒരു അളവിലായിരിക്കും എണ്ണ വാങ്ങിക്കുന്നത്. ഈ അളവിൽ കൂടുതൽ എണ്ണ റഷ്യ എടുത്ത് വാങ്ങിക്കില്ല എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് മാർക്കോ റൂബിയോ പറഞ്ഞു വെച്ചത്. പക്ഷേ ഇതിനെ നമുക്ക് രണ്ട് തരത്തിലെടുക്കാം. ഒന്ന്, ഇന്ത്യയും അമേരിക്കയും തമ്മിൽ അമേരിക്കയ്ക്ക് ഒരു റീസൺ വേണമായിരുന്നു, അതാണ് റഷ്യൻ ഓയിൽ. ഇന്ത്യക്ക് ട്രേഡ് എഗ്രിമെൻറ്റ് വേണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പൊതുവിൽ നാണം കെടാത്ത രീതിയിലുള്ള റീസൺ വേണം. അമേരിക്കയ്ക്ക് ഇന്ത്യ റഷ്യൻ ഓയിൽ നിർത്തും എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് വേണം, അത് അവർ പറയുന്നുണ്ട്. ഇന്ത്യ റഷ്യൻ എണ്ണ നിർത്തുമെന്നോ നിർത്തില്ല എന്നൊന്നും പറയാതെ ഡിപ്ലോമാറ്റിക്കലി ഈ കരാർ സ്വന്തമാക്കിക്കൊണ്ട് റഷ്യൻ എണ്ണ വാങ്ങുന്നത് തുടർച്ചയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പോൾ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട വിഷയം എന്താണെന്ന് പറഞ്ഞാൽ, അമേരിക്കയ്ക്ക് ഈ വെനിസുല എണ്ണ കുറഞ്ഞ വിലയ്ക്ക് ഇന്ത്യക്കുള്ളിലേക്ക് ഇറക്കുമതി ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള മാസീവ് ആയിട്ടുള്ള മാർക്കറ്റ്, ഇപ്പോൾ ഇന്ത്യയെ പോലെ ഇത്രയും വലിയ മാർക്കറ്റ് ഗ്ലോബലി എത്ര രാജ്യങ്ങളിൽ ഉണ്ടാവും, എത്ര രാജ്യത്തിലോട്ട് ഇവർ അത് കയറ്റുമതി ചെയ്യേണ്ടി വരും. ഇന്ത്യ എന്ന് പറയുമ്പോഴത്തേക്കും ജസ്റ്റ് ഒറ്റ ഷിപ്മെൻറ്റിലോട്ട് അങ്ങ് ചെറപറാന്ന് വിട്ടാൽ മതി, പ്രശ്നം തീർന്ന്. പക്ഷേ ഇതിലെല്ലാം വിഷമത്തിലിരിക്കുന്ന ഒരു രാജ്യമാണ് സൗദി അറേബ്യ. കാരണം ഈ വെനിസുല എണ്ണ മാർക്കറ്റ് വരുന്നതോടുകൂടി സൗദി അറേബ്യയ്ക്ക് പെരുത്തടിയാണ്. അതിൻ്റെ ഫൈനാൻഷ്യൽ ബേർഡൻസ്, ഫൈനാൻഷ്യൽ ബുദ്ധിമുട്ടുകളെല്ലാം സൗദി അറേബ്യ ഇത് അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതേസമയം സൗദി അറേബ്യയ്ക്ക് ഇപ്പോൾ $1 ട്രില്യൺ അമേരിക്കയിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടെന്നുള്ള വാർത്തയും കൂടി വരുന്നുണ്ട്. എനിക്ക് തോന്നിയത് മാർക്കോ റൂബിയോയും ജയശങ്കറും തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. ഇറ്റ് മീൻസ് അമേരിക്കയും ഇന്ത്യയും തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. ആ അണ്ടർസ്റ്റാൻഡിംഗ് ഇങ്ങനെ തന്നെയാണ്, അതായത് റഷ്യനാണ് ഇന്ത്യ വാങ്ങും. ഇത് ജസ്റ്റ് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ്. അതായത് ഈ എഗ്രിമെന്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്, ഈ വ്യാപാര കരാർ നിലവിൽ വരാൻ വേണ്ടിയിട്ട് രണ്ട് രാജ്യങ്ങളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ പറയും നീ ഇങ്ങനെ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് ഈ കരാർ ഒപ്പിട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യക്ക് ബോൾഡായിട്ട് പല ഫേമുകളിലും ഇതിനെക്കുറിച്ചുള്ള സ്റ്റേറ്റ്മെന്റ് പറയാൻ കഴിയുന്നത്. മാർക്കോ റൂബിയോയുടെ സ്റ്റേറ്റ്മെന്റ് കേൾക്കുമ്പോൾ നമുക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. മാർക്കോ റൂബിയോ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന അളവിൽ അവർ എണ്ണ വാങ്ങിക്കും, ഇതിൽ കൂടുതൽ അളവ് എണ്ണ വാങ്ങിക്കില്ല എന്നാണ് മാർക്കോ റൂബിയോ പറഞ്ഞിരിക്കുന്നത്.
ഇപ്പോൾ നിലവിൽ നമ്മൾ 1.4 ബാരൽ പെർ ഡേ ആണ് ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും, അതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിൽ കൂടുതൽ നമ്മൾ വെനിസുലയിൽ നിന്നായിരിക്കും ഇനി കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യാൻ പോകുന്നത്. അത് അമേരിക്കൻ ലേബലിലായിരിക്കും ഇന്ത്യക്കുള്ളിൽ വരുന്നത്. അവർക്കറിയാം, അവർ ഓപ്പണായിട്ട് ഇപ്പോൾ റഷ്യൻ എണ്ണ ഇന്ത്യ വാങ്ങിക്കരുതെന്ന് പറഞ്ഞാലും ഇന്ത്യ മറ്റു മാർഗ്ഗങ്ങളിലൂടെ അത് ഇന്ത്യക്കുള്ളിൽ എത്തിക്കും. അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് എല്ലാ കാര്യങ്ങളിലും അമേരിക്കയ്ക്ക് കാര്യം അങ്ങനെ ഇടപെടാൻ പറ്റില്ല. അതുകൊണ്ട് അവർ വേഗമായിട്ട് സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ പറഞ്ഞു. എന്തായാലും ഇന്ത്യയും അമേരിക്കയും തമ്മിൽ നീണ്ടകാലം ഇങ്ങനെ ഒരു ട്രേഡ് റൈവൽറിയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും എവിടെയെങ്കിലൊക്കെ ഒരു സ്റ്റോപ്പിംഗ് പോയിന്റ് വേണം. അപ്പോൾ ആ ഒരു സ്റ്റോപ്പിംഗ് പോയിന്റ് ആയിട്ടാണ് ഈ താൽക്കാലിക വ്യാപാര കരാർ അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതോട് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് റഷ്യൻ ഓയിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇനി അമേരിക്ക ഇറങ്ങിത്തിരിക്കുന്നില്ല. അമേരിക്ക വേറെ രീതിയിലാണ് ഇനി കളിക്കുന്നത്. പ്രത്യേകിച്ച് അമേരിക്ക ഇപ്പം കാനഡയുമായിട്ടാണ് ഏറ്റവും കൂടുതൽ പ്രശ്നത്തിലുള്ളത്. കാനഡയ്ക്ക് മേളിൽ കനത്ത സമ്മർദ്ദമാണ് ഇപ്പം ട്രംപിന്റെ സൈഡിൽ നിന്ന് പോകുന്നത്. അപ്പം അതിനെ തുടർന്നാണ് ഇപ്പം കാനഡയ്ക്കുള്ളിലെ നിജാർ കൊലപാതക കേസിനെ എടുത്ത് ഇപ്പം ഇന്ത്യയുടെ നിഖിൽ ഗുപ്തയ്ക്ക് മേളിൽ വെക്കാനുള്ള ശ്രമം ഇപ്പോൾ അവിടെ നടക്കുകയാണ്. നിഖിൽ ഗുപ്തയുടെ കേസ് ആക്ച്വലി CC1 എന്ന് പറയുന്ന ഈ ഗുർപർവന്ത് സിംഗ് പന്നുവിനെതിരെ പ്ലോട്ട് തയ്യാറാക്കി എന്നുള്ളതാണ്. അതായത് അവനെ കൊല്ലാൻ വേണ്ടിയിട്ട് വാടക കൊലയാളിയെ ഏർപ്പാടാക്കി എന്നുള്ള രീതിയിലുള്ള കേസാണ് ഈ നിഖിൽ ഗുപ്തയ്ക്ക് മേളിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ആ കേസിനെ നേരെ കാനഡയിലെ നിജാർ കൊല്ലപ്പെട്ട കേസുമായിട്ട് ഇപ്പോൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുകയാണ്. ഇന്ത്യയും കാനഡയും ഇനിയിപ്പോൾ ഉടനെ തന്നെ ചർച്ചകൾക്ക് തുടക്കം കുറിക്കാൻ വേണ്ടിയിരിക്കുകയാണ്. കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കർണെ ഇന്ത്യ വിസിറ്റ് ചെയ്യാനിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ അമേരിക്ക ഈ പോയിന്റുകളൊക്കെ കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്നത്. അപ്പോൾ ഇതിന്റെ പുറകിൽ അപ്പോൾ കാനഡ ഓൾറെഡി തന്നെ ചൈനയുമായിട്ട് കരാർ ഒപ്പുവെച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇന്ത്യയുമായിട്ട് ഒരു മാസീവ് പോപ്പുലേഷനുള്ള ഇന്ത്യയുമായിട്ടും കൂടി ട്രേഡ് എഗ്രിമെന്റ് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ കാനഡയ്ക്ക് നല്ലൊരു ഹൈപ്പ് കിട്ടും മാത്രമല്ല നല്ല വ്യാപാര ബന്ധമായിരിക്കും അത്. അതിലുപരിയായിട്ട് ഇന്ത്യക്ക് അമേരിക്കയെ പോലെ തന്നെ വേറൊരു മാർക്കറ്റ് കൂടിയാണ് കാനഡ. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയും കാനഡയും തമ്മിൽ കരാർ ഒപ്പിടുന്നത് അത്ര നല്ല പരിപാടിയല്ല. അപ്പോൾ അതിനെ എങ്ങനെയെങ്കിലും ഒന്ന് കുഴപ്പിച്ച് കൈ കൊടുക്കാമെന്നുള്ള തീരുമാനം അമേരിക്കയ്ക്ക് ഉണ്ടോ എന്നുള്ളൊരു ഡൗട്ട് നമുക്കിപ്പോൾ രൂപപ്പെടുന്നുണ്ട്. കാരണം ഇവർ പഴഞ്ഞും കാര്യങ്ങളൊക്കെ കുത്തിപ്പൊക്കിക്കൊണ്ട് വരികയാണ് ഇപ്പോൾ. അതുപോലെ ജപ്പാൻ ഇന്ത്യക്കുള്ളിൽ ഇൻവെസ്റ്റ്മെന്റ് കുത്തനെ കൂട്ടാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതുവരെ ജപ്പാൻ 2.5 ലക്ഷം കോടിയാണ് ഇന്ത്യക്കുള്ളിൽ നിക്ഷേപിച്ചിരിക്കുന്നത്. ആ നിക്ഷേപം നമ്മൾ ഇനിയും വർദ്ധിപ്പിക്കും. അങ്ങനെ ഇന്ത്യ ജപ്പാൻ ബന്ധം വളരെ ഊഷ്മളമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ജപ്പാന്റെ പ്രധാനമന്ത്രി സനെ തെക്കൈച്ചി തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ വളരെ നിർണായകമായിട്ടുള്ള കുറച്ച് ഡെവലപ്മെന്റ്സ് ആണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.